ജെറമ്യായുടെ പുസ്തകം 4-ാം അധ്യായം. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലേ, നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക. എൻ്റെ സന്നിധിയിൽ നിന്നും മ്ലേച്ഛത നീക്കിക്കളയുകയും വഴിതെറ്റി പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും. കർത്താവിലായിരിക്കും അവരുടെ മഹത്വം. യൂദായിലെയും ജെറൂസലേമിലെയും നിവാസികളോട് കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. യൂദാ നിവാസികളെ, ജെറൂസലേം പൗരന്മാരെ, കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ, ഹൃദയ പരിച്ഛേദനം സ്വീകരിക്കുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും, അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. യൂദായിൽ വിളിച്ചു പറയുവിൻ, ജെറൂസലേമിൽ പ്രഘോഷിക്കുവിൻ, കാഹളമുതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ. ഒരുമിച്ച് കൂടി സുരക്ഷിതമായ പട്ടണങ്ങളിലേക്ക് ഓടുവിനെന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ. സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ, അഭയം തേടി ഓടുവിൻ, മടിച്ചു നിൽക്കരുത്. തിന്മയും ഭീകരനാശവും വടക്കുനിന്ന് ഞാൻ കൊണ്ടുവരുന്നു. കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനതകളുടെ സംഹാരകൻ സ്വസങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവൻ നിന്റെ ദേശം ശൂന്യമാക്കും, നിന്റെ നഗരങ്ങൾ വിജനമായ നാശകൂമ്പാരമാക്കും. ആകയാൽ നിങ്ങൾ ചാക്കൊടുത്ത് കരയുവിൻ, നിലവിളിക്കുവിൻ. കർത്താവിന്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് രാജാവിന്റെ ഹൃദയം തളരും, പ്രഭുക്കന്മാർ ഭീരുക്കളാകും, പുരോഹിതന്മാർ നടുങ്ങും, പ്രവാചകന്മാർ അമ്പരക്കും. അപ്പോൾ അവർ പറയും, ദൈവമായ കർത്താവേ, അങ്ങ് ഈ ജനത്തെയും ജെറൂസലേമിനെയും വഞ്ചിച്ചു. നിങ്ങൾക്കെല്ലാം ഭദ്രമാണ് എന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാൾ ഉയരുന്നു. ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറുസലേമിനോടും പറയപ്പെടും, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും. പതിരു പാറ്റാനോ നിലം വെടിപ്പാക്കാനോ ആയിരിക്കുകയില്ല അത്. ഞാൻ അയക്കുന്നത് ഭീഷണമായ കൊടുങ്കാറ്റായിരിക്കും. ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുക. ഇതാ കാർമേഘം പോലെ ശത്രു വരുന്നു, അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റുപോലെ, കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത്. ഞങ്ങൾക്ക് ദുരിതം, ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു. ജെറൂസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക? ദാനിൽ നിന്നൊരു പ്രഖ്യാപനം ഉയരുന്നു, എഫ്രായിം മലയിൽ നിന്ന് അനർത്ഥത്തെപ്പറ്റിയുള്ള അറിയിപ്പും. ജനതകളോട് വിളംബരം ചെയ്യുവിൻ, ജെറൂസലേമിൽ വിളിച്ചു പറയുവിൻ, വിദൂരത്തുനിന്ന് ശത്രുക്കൾ വരുന്നു. യൂദായിലെ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു. വയലിനു ചുറ്റും കാവൽക്കാരെന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതെല്ലാം നിന്റെ മേൽ വരുത്തിവെച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്രേ. ഇതു നിന്റെ ശിക്ഷയാണ്, അത് കൈപ്പേറിയത് തന്നെ. നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞു കയറിയിരിക്കുന്നു. വേദന, അസഹ്യമായ വേദന, ഞാൻ വേദനയാൽ പുളയുന്നു. എന്റെ ഹൃദയഭിത്തികൾ തകരുന്നു, നെഞ്ചിടിക്കുന്നു. നിശബ്ദനായിരിക്കുവാൻ എനിക്ക് വയ്യ. ഇതാ യുദ്ധകാഹളം, പോർവിളി ഞാൻ കേൾക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു. ദേശം മുഴുവൻ വിജനമായി തീർന്നു. എന്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു. കൂടാരവിരികൾ നിമിഷനേരം കൊണ്ട് കീറിപ്പറിയുന്നു. യുദ്ധപതാക ഇനിയും എത്ര നാൾ ഞാൻ കാണണം? കാഹളധ്വനി എന്നുവരെ കേൾക്കണം? എന്തെന്നാൽ എന്റെ ജനം വിഡ്ഢികളാണ്, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്, അവർക്ക് യാതൊരു വിജ്ഞാനവുമില്ല. തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ്, നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിവില്ല. ഞാൻ ഭൂമിയിലേക്ക് നോക്കി, അത് രൂപരഹിതവും ശൂന്യവുമായിരിക്കുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി, പ്രകാശം കെട്ടുപോയിരിക്കുന്നു. ഞാൻ മലകളിലേക്ക് നോക്കി, അവ വിറപൂണ്ടിരിക്കുന്നു. കുന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ആകാശപ്പറവകളെല്ലാം പറന്നുപോയിരുന്നു. ഞാൻ നോക്കി, ഫലസമൃദ്ധമായ ദേശമിത മരുഭൂമിയായിരിക്കുന്നു. കർത്താവിന്റെ മുൻപിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലം പതിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ദേശങ്ങളും നിർവ്വചനമാകും, എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. ഭൂമി വിലപിക്കട്ടെ, ആകാശം ഇരുളടഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്നു, അതിന് മാറ്റമില്ല. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു, എന്റെ തീരുമാനം മാറുകയില്ല. കുതിരപ്പടയാളികളുടെയും വില്ലാളികളുടെയും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു. അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു, പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു. പട്ടണങ്ങളെല്ലാം പരിത്യക്തമാകുന്നു, അവയിൽ ജനവാസമില്ലാതെയായി. അല്ലയോ നിർഭാഗ്യവതി, നീ എന്തിനു രക്താംബരം ധരിക്കുന്നു? നീ എന്തിനു രത്ന ആഭരണമണിയുന്നു? എന്തിനു കടക്കണ്ണുകളിൽ മഷി എഴുതുന്നു? നിന്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ്. നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു.
അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു. പ്രസവ വേദന എന്ന പോലുള്ള നിലവിളി ഞാൻ കേട്ടു. കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവളുടേതുപോലെയുള്ള ആർത്തനാദം. സിയോൻ പുത്രി വീർപ്പുമുട്ടി കൈകൾ വലിച്ചു നിവർത്തി കരയുന്നു. ഹാ, എനിക്ക് ദുരിതം! കൊലപാതകികളുടെ മുൻപിൽ ഞാനിതാ തളർന്നു വീഴുന്നു. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.